കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്നുള്ള നമ്മുടെ പൊതുവായിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അത് പറയാൻ അങ്ങ് വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഞാൻ മറക്കാതെ പറയുവാണ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ കയ്യിലിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഇതെന്താണ് ഐറ്റം എന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ ഷോപ്പിൽ ചെന്നു, ഇതൊരു കിറ്റായിട്ടിരിക്കുന്ന കണ്ടപ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി. ഇതൊന്നും വെച്ചിട്ട് ഇതുവരെ എന്നിട്ടും ഒന്നും പടമൊന്നും വരച്ചിട്ടില്ലല്ലോ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് വാങ്ങിയൊരു ഐറ്റമാണ് ഈ കയ്യിലിരിക്കുന്നത്. ഇത് വേറൊന്നുമല്ല, അക്രിലിക് പെയിൻറ്റ്സ് ആണ് എൻ്റെ ഉള്ളത്. ഇതിനകത്തൊരു 24 കളേഴ്സ് ഉണ്ട്. അപ്പം ഞാനിത് കിറ്റായിട്ട് കണ്ടുകൊണ്ട് മാത്രം വാങ്ങിച്ചാണ്. അത് മാത്രമല്ല, ഇതിനാകെപ്പാടെ എത്രയോ 5 പൗണ്ടോ 6 പൗണ്ടിന് താഴെ മാത്രം വില വരുന്നുള്ളൂ. അപ്പം ഞാൻ ഓർത്തൊന്ന് ചുമ്മാ ഒരു സാമ്പിൾ പോലെ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ഇതൊരു നല്ല ഓപ്ഷനാണെന്ന് തോന്നി, അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ ഇതിനകത്തിപ്പം ഏകദേശം ഒരു 24 പെയിൻറ്റ്സ് ഉണ്ട്. പിന്നെ അത് കൂടാതെ ഒരു 5 ബ്രഷസ് ഉണ്ട്. പിന്നെ 2 ക്യാൻവാസ് പാനലുണ്ട്. പിന്നെ മിക്സിംഗ് പാലറ്റ് ഒരെണ്ണമുണ്ട്. പക്ഷേങ്കിൽ ഇതൊന്നും എനിക്കിനകത്ത് എന്തുവാണെന്നോ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നോ ഞാൻ എനിക്കറിയുന്ന ആരും തന്നെ ഇതൊന്നും വെച്ച് പെയിൻറ്റ് ചെയ്താൽ ഞാൻ കണ്ടിട്ട് പോലുമില്ല. പക്ഷേങ്കിൽ എനിക്കെന്തോ ഭയങ്കര ആഗ്രഹം ഒന്ന് പെയിൻറ്റ് ചെയ്യണം. അന്നേരം ഞാൻ ഓർത്തു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എങ്ങനെ ഇരിക്കുമെന്നറിയാമല്ലോ. പിന്നെ ഞാൻ ഓൾറെഡി അങ്ങനെ നന്നായിട്ട് പടം വരയ്ക്കുന്ന ആളുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് പ്രതീക്ഷയൊന്നുമില്ല, ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് വാങ്ങി. ഇത് വാങ്ങുന്ന സമയത്ത് വേറൊരു ടെൻഷൻ എന്ന് വെച്ചാൽ, അഥവാ ഇനി ഞാൻ പെയിൻറ്റ് ചെയ്ത് എനിക്ക് കുറേ പെയിൻറ്റ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം വന്നാൽ ഈ അക്രിലിക് പെയിൻറ്റ് എവിടെ എടുത്ത് വരയ്ക്കാൻ പറ്റും? നോർമൽ പേപ്പേഴ്സിൽ വരച്ചാൽ ശരിയാകുമല്ലെന്ന് അറിയത്തില്ലല്ലോ. അപ്പം ഇത് വരയ്ക്കാനായിട്ട് അഡീഷണൽ ഷീറ്റും കൂടി എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അഡീഷണലായിട്ട് ഈ കാണുന്ന സാധനം കൂടെ അങ്ങ് വാങ്ങി. ഇത് വാങ്ങി പിന്നെ ഞാൻ അവിടെ വെച്ചാൽ കണ്ടായിരുന്നു കേട്ടോ, അത് ശരിക്കും വാട്ടർ കളർ മാത്രം യൂസ് ചെയ്യാനായിട്ട് ഒരു 10 വാട്ടർ കളർ പാഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 10 ഷീറ്റ് അഡീഷണൽ ഷീറ്റായിരുന്നേ. അപ്പം എന്നോടിപ്പം ജിബു പറയുന്നത് വെച്ചാൽ, നിനക്കെന്തായാലും പ്രത്യേകിച്ചൊന്നും അറിയത്തില്ലല്ലോ, അതുകൊണ്ട് നീ ഈ ഷീറ്റിൽ തന്നെ വരച്ച് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ടെൻഷനായിരുന്നു, ആകെപ്പാടെ ഈ പെയിൻറ്റ്സ് എല്ലാം ചെറിയ ചെറിയ ട്യൂബിലാണേ. അപ്പം ഇത് പെട്ടെന്ന് അങ്ങ് തീർന്നു പോകത്തില്ല. അപ്പോൾ എങ്ങനെ നമ്മൾ ഒരു മനസ്സിരുത്തി കുറേ പെയിൻറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെയായിരുന്നു പിന്നത്തെ ടെൻഷൻ. നമ്മളിത് വെച്ച് പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് വെള്ളം മിക്സ് ചെയ്തിട്ടാണോ പെയിൻറ്റ് ചെയ്യുന്നത് എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ എന്തായാലും വെള്ളമൊന്നും മിക്സ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് അങ്ങെടുത്ത് ഉപയോഗിക്കാനുള്ളൊരു വിചാരത്തിലാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് വെച്ചിട്ട് എന്തോ ചെയ്യണം, എന്തൊരു പടം ഒരു മനസ്സിൽ ഐഡിയ വരണ്ടേ. അപ്പം ഞാൻ എന്തോടുത്തോ യൂട്യൂബിൽ നോക്കിയിട്ട് ഒരു ബിഗിനേഴ്സിന് പറ്റുന്ന ഒരു അക്രിലിക് പെയിൻറ്റിങ് ഒരു സാമ്പിൾ നോക്കി. പക്ഷേ അത് ഞാനൊരു 2-3 സെക്കൻഡ് ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ. കാരണം എനിക്ക് അത്രയ്ക്കും ക്ഷമയില്ലായിരുന്നു, എങ്ങനെയെങ്കിലും ഈ കളേഴ്സ് വെച്ചിട്ട് ചുമ്മാ കുറേ കുത്തി വരയ്ക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെങ്കിൽ ഏകദേശം 1 മണിക്കൂറെങ്കിലും, 1 മണിക്കൂർ എടുത്തു ഞാൻ ഈ ഒരു പടം എനിക്ക് പറ്റുന്ന പോലൊക്കെ ഒന്ന് വരച്ചെടുക്കാനായിട്ട്. എന്നിട്ട് ഞാൻ വിചാരിച്ചു, ഇത് കാണുന്നുണ്ട് എൻ്റെ കെട്ടിയോന്, നീ ഇത്രയൊക്കെ വരച്ചൊപ്പിച്ചോ എന്ന് എന്നോട് ചോദിക്കുമെന്ന്. പക്ഷെങ്കിൽ ആൾ ഉറക്കമായിരുന്നു. ഉറങ്ങിക്കിടന്ന ആളിനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് ഞാൻ ഇത് കാണിച്ചിട്ട് ആൾ ജസ്റ്റ് പടത്തിലോട്ട് നോക്കി, അപ്പോൾ തന്നെ പിന്നെയും കിടന്നുറങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, എന്നാൽ പിന്നെ ഇതെൻ്റെ അമ്മയ്ക്കൊരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാം. അന്നേരം തന്നെ ഒരു ഫോട്ടോ എടുത്ത് അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. അമ്മ ആവശ്യമില്ലാതെ എന്നെ കുറേ പ്രോത്സാഹിപ്പിച്ച പോലെ എനിക്ക് തോന്നി. പക്ഷേ അമ്മയും പറഞ്ഞു കേട്ടോ, സൂര്യനെ വരച്ച ഒട്ടും ശരിയായില്ലെന്ന്. എന്നാലും സാരമില്ല, ആദ്യത്തെ അറ്റംപ്റ്റ് അല്ലേ, ഇത്രയൊക്കെ മതി, എനിക്ക് എന്തെങ്കിലും ഒരു പടം വരച്ച് കിട്ടിയാൽ മതി എന്നേ ഉള്ളായിരുന്നു. ആ സ്ഥാനത്ത് ഇത്രയെങ്കിലും ഒപ്പിച്ചെടുത്തല്ലോ എന്നുള്ളൊരു സന്തോഷം. പിന്നെ വേറൊരു കാര്യം പറയണം, വൈകിട്ട് കെട്ടിയവൻ എഴുന്നേറ്റിട്ട് ഉടൻ തന്നെ എൻ്റെ പടം ചോദിച്ചായിരുന്നു കേട്ടോ. ചോദിച്ചിട്ട് എന്നോട് അടിപൊളിയാണെന്നും ചുമ്മാ ആൾ എനിക്ക് വിഷമം ആകണ്ട എന്ന് വിചാരിച്ചാണോ എന്നറിയത്തില്ല, എന്തായാലും ഒന്ന് പ്രോത്സാഹിപ്പിച്ച് വിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ ആ ഡൗട്ടില്ലേ, ഇത്രയുള്ള ചെറിയ ട്യൂബ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ കുറേ ആഗ്രഹത്തിനനുസരിച്ച് പടം വരയ്ക്കാൻ പറ്റുമോ എന്നൊരു ഡൗട്ടിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതൊട്ടും ഒരു ടെൻഷൻ അടിക്കാനേ ഇല്ല കേട്ടോ. ആ ഇച്ചിരി പെയിൻറ്റ് കൊണ്ട് നമുക്ക് കുറേ പെയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാനാണെങ്കിൽ ലാസ്റ്റ് എടുത്ത പെയിൻറ്റ് കുറേ എനിക്ക് എടുത്ത് കളയേണ്ടതായിട്ട് വന്നു. കാരണം അത്രയൊന്നും ആവശ്യമില്ലായിരുന്നു, നമുക്ക് നല്ല കവറേജ് കിട്ടും ഇത്. അതുകൊണ്ട് കുറച്ച് പെയിൻറ്റ് മതി, നല്ല പോലെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കിട്ടും. അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ ഇത് വാങ്ങാൻ ഇഷ്ടമുണ്ടെങ്കിലോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെയിൻറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇത് അടിപൊളി ഒരു ഓപ്ഷനാണ്. ഒന്നും അറിയാത്ത എനിക്ക് തന്നെ ചുമ്മാ നല്ലൊരു ടൈം പാസ്സായിരുന്നു. അപ്പോൾ ഇതൊക്കെ നല്ല പാഷനായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ എന്തായാലും ഇതെനിക്കൊന്ന് പുറത്തും നമുക്കല്ലാതെ വാങ്ങാൻ വേറെ ഷോപ്സിലാണെങ്കിലും അല്ലെങ്കിൽ ഓൺലൈനിൽ വാങ്ങിക്കാനും എനിക്ക് തോന്നുന്നു ചീപ്പായിട്ട് കിട്ടുമെന്ന് തോന്നുന്നു. അപ്പം ഇപ്പോൾ ഈ ഹോളിഡേയ്സിലൊക്കെ വെറുതെ ഇരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് ടൈം പാസിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബായ്.